നേപ്പാളിൽ ഭോട്ടെ കോസി ആർത്തലച്ചൊഴുകുമ്പോൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തുന്നത് ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനമാണ്. ബീഹാറിന്റെ കണ്ണീർ എന്നറിയപ്പെടുന്ന കോസി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഭോട്ടെ കോസി. നേപ്പാളിലെ മലനിരകളിൽ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഭീമൻ വെള്ളപ്പൊക്കമായി ഇന്ത്യയിലേക്ക് കുതിച്ചെത്തുന്നു. ഈ നദിയിലാണ് വീണ്ടും ദുരന്തമുണ്ടാകുന്നത്. അതുകൊണ്ട് ബീഹാറും യുപിയും എല്ലാം ജാഗ്രതയിലാണ്. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് നേപ്പാളിലെത്തി സപ്തകോസിയായി മാറി. തുടർന്ന് ബീഹാറിലെ ഭീംനഗർ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതാണ് കോസി നദിയുടെ സ്വാഭാവിക പാത. നേപ്പാളിലെ മലവെള്ളപ്പാച്ചിൽ ബീഹാറിലെ സുപോൾ, സുഹർക, മധേപുര ജില്ലകളിൽ വൻ പ്രളയത്തിനും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ഇത് വഴിതെളിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള നദീജല ഉടമ്പടികളിൽ കോസി നദിക്കാണ് പ്രമുഖ സ്ഥാനമുള്ളത്. 1954 ഒപ്പിട്ട കോസി കരാർ പ്രകാരം നദിയിലെ പ്രളയ നിയന്ത്രണത്തിനും ജലസേചനത്തിനുമായി ഇരു രാജ്യങ്ങളും സംയുക്ത സംവിധാനങ്ങളും അതിർത്തി നിരീക്ഷണ ശൃംഖലകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ കോസി ബാരേജ് ഇന്ത്യയുടെ പ്രളയ പ്രതിരോധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ്. നേപ്പാളിൽ കനത്ത മഴയോ മിന്നൽ പ്രളയമോ ഉണ്ടാകുമ്പോൾ ബാരേജിന്റെ ഷട്ടറുകൾ അതിവേഗം തുറക്കേണ്ടി വരുന്നത് ബീഹാറിലെ സമതലങ്ങളിൽ വലിയ ഭീതിയാണ് വിതയ്ക്കാറുള്ളത്. ഇത്തവണ ഭോട്ടെ കോസിയിലുണ്ടായ അസാധാരണ മിന്നൽ പ്രളയം ഇന്ത്യയിലെ നദീതീര മേഖലകളിൽ വലിയ മുൻകരുതലുകൾക്ക് കാരണമായിട്ടുണ്ട്. ഗംഗാനദിയിലേക്ക് ലയിച്ചു ചേരുന്ന കോസിയുടെ ഒഴുക്ക് ശക്തമായാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീണ്ടും ഒരു വലിയ വെള്ളപ്പൊക്ക സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള പ്രളയ മുന്നറിയിപ്പ് സംവിധാനം വഴി നേപ്പാൾ അധികൃതർ നൽകുന്ന വിവരങ്ങൾ വച്ചാണ് ഇന്ത്യയിലെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ മുൻകരുതലുകൾ എടുക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു നദി രണ്ട് രാജ്യങ്ങളുടെ ജനജീവിതത്തെയും കാർഷിക മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കോസിയും അതിന്റെ പോഷക നദിയായ ഭോട്ടെ കോസിയും. നദിയുടെ ഒഴുക്കിലുണ്ടാകുന്ന ചെറിയൊരു വ്യതിയാനം പോലും ഇരു രാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഭോട്ടെ കോസിയിലും കോസി നദീതടത്തിലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പുതിയ സംഭവമല്ല. ഭൂമിശാസ്ത്രപരമായ ദുർബല ഘടനയും ഹിമാലയൻ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം നൂറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ഒന്നാണ്. കോസി നദീവ്യൂഹം 1953, 1987, 2008 എന്നീ വർഷങ്ങളിൽ കോസി നദിയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കങ്ങൾ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളായിരുന്നു. 2008 കോസി നദി കനാൽ തടയണ തകർത്ത് വഴിമാറി ഒഴുകിയപ്പോൾ ഇന്ത്യയിലും നേപ്പാളിലുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഭവനരഹിതരായത്. നേപ്പാൾ ചൈന അതിർത്തിയിലെ ഭോട്ടെ കോസി ഇടനാഴി ഇതിനു മുമ്പും വലിയ പ്രളയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2016 ജൂലൈയിലും 2025 ജൂലൈയിലും ഇതേ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് തകരുകയും അതിർത്തി വ്യാപാരം മാസങ്ങളോളം സ്തംഭിക്കുകയും ചെയ്തിരുന്നു.